എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വയറായിരുന്നു. ഒരുപാടെടുത്ത് പോകുമ്പം ഒരു ഹോട്ടലിൽ പോയാലും ഒരു റിലേറ്റീവ്സ് ഒരു ഫ്രണ്ട്സിനെ കണ്ടാലും ആദ്യം എൻ്റെ വയറാണ് അവർ നോക്കുന്നത്. എന്തായാലും എനിക്ക് ഈ ഡാക്സിസ്ട്രക്റ്റി എനിക്ക് എന്തായാലും ഫിക്സ് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ നോക്കി എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയപ്പം അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്താൽ ഇത് റെഡി ആവുമെന്ന് മനസ്സിലായി. സർജറി കഴിഞ്ഞും എനിക്ക് വേണ്ട സപ്പോർട്ട് മൊത്തം ഹോസ്പിറ്റലിലെ സ്റ്റാഫായാലും ഡോക്ടർ സാനിയ സലീം ആയാലും എനിക്കെല്ലാ സപ്പോർട്ടും തന്നിരുന്നു. ഇങ്ങനെ എക്സസൈറ്റ് ഫാറ്റും എക്സസ് സ്കിന്നും പ്രത്യേകിച്ച് റെക്ടസ് ഡൈവേരിക്കേഷൻ, അതായത് നമ്മുടെ സെൻറ്റർ മസിൽസ്, നമ്മുടെ വയറിൻ്റെ കോർ മസിൽ സെപ്പറേറ്റ് ആയി പോകുന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സർജിക്കൽ കറക്ഷൻ മാത്രമാണ് അതിനുള്ള ഓപ്ഷൻ. ഹായ്, എൻ്റെ പേര് വിദ്യ വിനോദ്. ഞാൻ UK വർക്ക് ചെയ്യുന്നത്. ഇവിടെ നാട്ടിൽ കേരളത്തിൽ കവിയൂരിലാണ് താമസിക്കുന്നത്. എനിക്ക് പോസ്റ്റ്മോർട്ടം പോലെ അംബ്ലിക്കൽ ഹെർണിയ വന്നു. അപ്പം ഞാൻ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഡയാക്സിസ്ട്രക്റ്റി പോലുള്ളൊരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് അത് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് മുമ്പ് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വയറായിരുന്നു. ഒരുപാടെടുത്ത് പോകുമ്പം ഒരു ഹോട്ടലിൽ പോയാലും ഒരു റിലേറ്റീവ്സ് ഒരു ഫ്രണ്ട്സിനെ കണ്ടാലും ആദ്യം എൻ്റെ വയറാണ് അവർ നോക്കുന്നത്. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഒരു ഡ്രസ്സ് ചെയ്യാൻ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എൻ്റെ മോൻ്റെ കൂടെ സ്കൂളിൽ പോയാൽ അവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ നോക്കുന്നത് എൻ്റെ വയറിലോട്ടാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും എനിക്ക് ഈ ഡാക്സിസ്ട്രക്റ്റി എനിക്ക് എന്തായാലും ഫിക്സ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ നോക്കി എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയപ്പം അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്താൽ ഇത് റെഡി ആവുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഡോക്ടർ സാനിയ സലീമിനെ കോൺടാക്റ്റ് ചെയ്തു. ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ KM ചെറിയൻ ഹോസ്പിറ്റലിൽ വന്നു. ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുകൂടെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പം പോലെ ഓപ്പറേഷനും എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സർജറി ഓക്കെ ആയിരുന്നു. സർജറി കഴിഞ്ഞും എനിക്ക് വേണ്ട സപ്പോർട്ട് മൊത്തം ഹോസ്പിറ്റലിലെ സ്റ്റാഫായാലും ഡോക്ടർ സാനിയ സലീം ആയാലും എനിക്കെല്ലാ സപ്പോർട്ടും തന്നിരുന്നു. പെയിൻ ഉണ്ട്, എന്നാൽ ഈ സിസേറിയൻ പോലുള്ള പെയിനൊന്നും ഇല്ല. സിസേറിയൻ കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു 2-3 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ നമുക്കൊരു കോൺഫിഡൻസ്, എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല കോൺഫിഡൻസാണ് വന്നത്. എനിക്ക് പഴയ പോലെ നേരത്തെ ഞാൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതെങ്കിലും ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്കതൊന്നും പ്രശ്നമില്ല. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. മേഡം, നമ്മുടെ ഈ പറഞ്ഞ പേഷ്യൻറ്റ് ആദ്യം വന്നപ്പോഴത്തേനും ഭയങ്കര വലിയ ഡ്രസ്സിട്ട് മൂഡ് ഓഫ് ആയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ടമിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കക്ഷി ഭയങ്കര ബോൾഡായി നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടാൻ തുടങ്ങി. നമസ്കാരം, ഞാൻ ഡോക്ടർ സാനിയ സലീം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പ്രസവം കഴിഞ്ഞതിന് ശേഷം എക്സസൈറ്റ് വയറിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകുക, അംബിലിക്കൽ ഹെർണിയ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ മസിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ നടുക്കുള്ള റെക്ടസ് മസിൽ സെപ്പറേറ്റ് ആയി പോയതിന് ശേഷം റെക്ടസ് ഡൈവേരിക്കേഷൻ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുക. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒത്തിരി നാളായിട്ട് പല ഡയറ്റും പല എക്സസൈസും ഒക്കെ ചെയ്തതിന് ശേഷവും ആ വയറ് കുറയ്ക്കാൻ പറ്റാത്ത പേഷ്യൻസാണ് സാധാരണയായിട്ട് നമ്മളടുത്ത് ഈ ഓപ്ഷനായിട്ട് വരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള പല പേഷ്യൻസും പല സജഷൻസും പല ഒപ്പീനിയൻസും സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഫാമിലീസിൽ നിന്നും ഒക്കെ കേൾക്കാറുണ്ട്. ഡയറ്റ് ചെയ്തൂടെ, എക്സസൈസ് ചെയ്തൂടെ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാറ്റും അല്ലെങ്കിൽ എല്ലാ എക്സസ് ആയിട്ടുള്ള സ്കിന്നും നമുക്ക് ഡയറ്റിലൂടെയോ എക്സസൈസ് ചെയ്തതുകൊണ്ടോ മാത്രം കുറയ്ക്കാൻ പറ്റത്തില്ല. അതിനായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് അബ്ഡോമിനോപ്ലാസ്റ്റി ആൻഡ് ലൈപ്പോസക്ഷൻ സർജറി. നിങ്ങൾ കറക്റ്റായിട്ടൊരു പ്ലാസ്റ്റിക് സർജനെയാണ് കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ടും നാച്ചുറലായിട്ടും ഉള്ള റിസൾട്ട് കിട്ടാവുന്നതാണ്. ഇത് കറക്റ്റ് സർജനെ സെലക്ട് ചെയ്യുക, കറക്റ്റ് പ്രൊസീജിയർ ആൻഡ് കറക്റ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ ആൻഡ് ടമ്മി ടക്ക്. ഈ പേഷ്യൻ്റെ കേസിലും പ്രസവം കഴിഞ്ഞ് 6 months കഴിഞ്ഞ് 2 സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ടുള്ള വയറ് കുറയ്ക്കാനായിട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ സീക്ക് ചെയ്തത്. അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, ഇത് സേഫ് ആണോ അല്ലെങ്കിൽ ഒരുപാട് പെയിൻ ഉണ്ടാവുള്ളൂ എന്നാണ്. പേഷ്യൻ്റെ വേർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് അബ്സല്യൂട്ട്ലി സേഫാണ്. പെയിനും
പല പേഷ്യൻസും പറയുന്നൊരു കാര്യമാണ് ഇത് സിസേറിയൻ സെഷൻ്റെ അത്ര പെയിൻ ഉണ്ടാവുന്ന ഒരു പ്രൊസീജിയർ അല്ല. അത് മാത്രമല്ല നമ്മളെ മോഡേൺ അനസ്തേഷ്യ പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് വഴി നമുക്ക് അബ്സല്യൂട്ട്ലി പെയിൻ ഫ്രീ ആയിട്ടും സേഫ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ ആൻഡ് ടമ്മി ടക്ക്. നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റും എക്സസ് ആയിട്ട് സ്കിന്നും ഉണ്ടെങ്കിൽ, അതായത് വയറ് കുറയ്ക്കാനുള്ള പ്രൊസീജിയേഴ്സ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാവരും വിചാരിക്കും പ്രസവം കഴിഞ്ഞിട്ടുണ്ടായ വയറ് നമ്മൾ ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുമെന്ന്. ഇത് കൂടാതെ തന്നെ ചിലർ ബെൽറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോളൊക്കെ കൊണ്ട് കെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരുടെ കേസസിനും ഇത് വർക്കൗട്ട് ആവാറില്ല. ഇങ്ങനെ എക്സസ് ആയിട്ട് ഫാറ്റും എക്സസ് സ്കിന്നും പ്രത്യേകിച്ച് റെക്ടസ് ഡൈവേരിക്കേഷൻ, അതായത് നമ്മുടെ സെൻറ്റർ മസിൽസ്, നമ്മുടെ വയറിൻ്റെ കോർ മസിൽ സെപ്പറേറ്റ് ആയി പോകുന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സർജിക്കൽ കറക്ഷൻ മാത്രമാണ് അതിനുള്ള ഓപ്ഷൻ.